ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല അൻസസ് വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാനൊരു തട്ടിക്കൂട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റെഡി ആയിട്ട് നിൽക്കുന്നത് അന്നുവിൻ്റെ റൈഹുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡിയായി. ശരിക്കും നമ്മൾ ഒന്നിച്ച് പോകാനായിട്ടാണ് നിന്നത്. പിള്ളേരെയും കൊണ്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വരണേന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അപ്പു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെ ഞാൻ പെട്ടെന്ന് ഒരുക്കി അപ്പുവിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. പക്ഷേ ഇതുവരെയും അവിടെ പ്രോഗ്രാമൊന്നും തുടങ്ങിയിട്ടില്ല, അതായത് അവരെ പ്രോഗ്രാം ആയിട്ടില്ല. ഫുഡ് കൊണ്ടുപോയില്ല കേട്ടോ. അവർ പെട്ടെന്ന് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ പറഞ്ഞു വിട്ടു. അപ്പം ചോറും ആയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു 1 മണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നുള്ള രീതിയിലാണ് നിന്നത്. അതിൻ്റെ ഇടയിലാണ് അപ്പു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം അവനുമായിട്ട് വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. അങ്ങനെ ടൈം പോയി. പിന്നെ അനുവിനെ ഞാൻ പെട്ടെന്ന് ഒരുക്കി അനുവിനെയും റൈഹുവിനെയും കൂടെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇനി ഞാൻ റെഡിയായി. ഇക്ക കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഇക്ക ഇനി കുത്തിപ്പൊക്കണം, എന്നാലും എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടാക്കുള്ളൂ. അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകാൻ ഇറങ്ങുവാണ്. പ്രോഗ്രാം കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനി ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കാണാൻ നടക്കുമെന്ന് പറഞ്ഞുകൂടാ, നോക്കട്ടെ. എന്തായാലും കൊണ്ടുവന്നിട്ട് ചോറ് കൊണ്ട് കൊടുക്കട്ടെ. റൈഹു ഇപ്പോൾ ടീച്ചറിൻ്റെ ഫോണിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാം, എപ്പോൾ വരും എന്ന് ചോദിച്ചിട്ട്. വിളിച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടാ. അപ്പോൾ പോട്ടെ. അപ്പോൾ ഇക്കായെ ഒന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. ഉറക്കത്തിൽ കിടന്നാൽ പിന്നെ എഴുന്നേൽക്കാന്ന് പറയുന്നത് ഇത്തിരി പാടാണല്ലോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചെണീപ്പിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും റൈഹു വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്നമ്മേൻ്റെ ഡാൻസ് ആവാറായി, അവർ ബാക്ക് സ്റ്റേജിൽ നിൽക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ വന്നു തുടങ്ങി കേട്ടോ, അയ്യോ ഡാൻസ് കാണാൻ പറ്റൂലേ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വന്നപ്പോൾ ദേ ഇവിടെ കിച്ചൺ ഡാൻസ് നടക്കുമായിരുന്നു. 1Bയുടെ ഡാൻസ് നടക്കുമായിരുന്നു കേട്ടോ. അന്നമ്മ 1C ആണ്. മാഷാല്ലാ നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. കിച്ചൺ ഡാൻസ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ പാത്രമുഖങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്ന. പാനും പുട്ടൂറ്റിയും കുടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് പച്ചക്കിളികളുടെ ഡാൻസ് ആയിരുന്നേ. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നു. ഇക്ക കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് പോയത്. അങ്ങനെ ഞാൻ ഇക്കയോട് അവിടെ നിന്ന് നമ്മുടെ റൈഹാനെ കണ്ടുപിടിച്ചു. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ വന്നപ്പോൾ അന്നമ്മേൻ്റെ ഡാൻസിൻ്റെ ടൈമായി. ഇതിൽ കാണുന്ന ആ മഞ്ഞ ബാറ്റ് പിടിച്ച് നിൽക്കുന്ന ആളാണ് നമ്മുടെ അന്നമ്മ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ഡാൻസിൻ്റെ അകത്ത് ആഡ് ചെയ്യാം കേട്ടോ. പാട്ടിടാൻ പറ്റത്തില്ലല്ലോ, കോപ്പിറൈറ്റും ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് പാട്ടിടാൻ പറ്റത്തില്ല. കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മാത്രം ആഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇത് കാണാൻ താല്പര്യം ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ ഒരു പാട്ടും കൂടെ ആയപ്പോഴത്തേക്കും നല്ല ഡാൻസായിരുന്നു കേട്ടോ. സ്പോർട്സ് ഡാൻസ് ആയിരുന്നു. ഇതിന് മുമ്പ് ഹോക്കിയുടേതും ഫുട്ബോളിൻ്റെതും ഉണ്ടായിരുന്നേ. 3ഉം കൂടെ യോജിപ്പിച്ചിട്ടുള്ളൊരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അന്നമ്മയ്ക്ക് മാത്രം തൊപ്പിയില്ലല്ലേ? അല്ല ഫ്രണ്ട് ഇരിക്കുന്ന 2 പേർക്കും ഇല്ല. തൊപ്പിയുടെ കാര്യം ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നു ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിലും TV-യിൽ കാണുന്ന പോലെയൊക്കെ അവൾ ആ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കളിക്കാറുണ്ട് കേട്ടോ. ഇതിലും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. മാഷാല്ലാ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 ഗേൾസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിൽ ഫ്രണ്ട് നിൽക്കുന്ന കുഞ്ഞും അവളും ആയിരുന്നു ഗേൾസായിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് ട്രോഫിയൊക്കെ കൊടുത്തു. ആൾ ഹാപ്പിയായി കേട്ടോ. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി ഡാൻസ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലോട്ട് പോവാണ്. ഇത് കണ്ടോ, ഷൂ ഊരിയിട്ടിട്ട് സോക്സ് മാത്രം ഇട്ടിട്ട് നടക്കുകയാണ് കേട്ടോ ആൾ. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് ഞാൻ ചോറും മച്ചി ചിക്കൻ കറി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി ആണ് കൊണ്ടുപോയത്. അപ്പോൾ വളരെ സ്ലോയിലാണ് കേട്ടോ അവൾ ഫുഡ് കഴിക്കുന്നത്. ഭയങ്കര പാടാണ് കഴിക്കാൻ വേണ്ടി. ആകെ കുറച്ചേ കഴിച്ചതുള്ളൂ. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ ജനഗണമന കേട്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. കൊട്ട വെയിലത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമായി. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇറങ്ങിയെന്ന് പറഞ്ഞു. അന്യത്തിൽ നടന്നിട്ടുണ്ടോ? എപ്പോൾ? കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൽ നടരാജനായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഡാൻസ്. എത്ര നാളത്തെ കഷ്ടപ്പാടാണ്. ഒരു 5 മിനിറ്റിൽ തീർന്നു അല്ലേ? എത്ര ദിവസത്തെ പ്രാക്ടീസ്. കുഴപ്പമില്ലായിരുന്നു. അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കളിക്കുന്ന സമയത്ത്. എന്ത് പറ്റി? സ്റ്റെപ്പ് മറന്നുപോയാ? ഇതാരാ നിനക്ക് ഇത്ര ലിപ്സ്റ്റിക് ഇട്ടാന്ന്?
ആത്മജിയുടെ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്ത്, പാവം ഒരു ആരോരും ഇല്ലാത്തൊരു കുഞ്ഞിനെ പോലെ ഒരു സൈഡിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെല്ലാൻ ലേറ്റായല്ലോ. എല്ലാ പാരൻസും ഉണ്ടായിരുന്നു മക്കളെ? നിന്നെക്ക് മാത്രമേ ഉള്ളായിരുന്നു അമ്മ വരായിരുന്നു? വിഷമായ ആയില്ലേ? അത് വിഷമായില്ല. അപ്പോൾ നാളെ ഇന്ന് നേരത്തെ തീർത്ത് കേട്ടോ. ഏതാണ്ട് 3 മണി ആയില്ല. ഇപ്പം ഇത്ര മണിയായി? ഇപ്പം 3 മണി ആയതേ ഉള്ളൂ. ഞാൻ അവിടെ കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്ന് ഏതാണ്ട് 2:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നമ്മുടെ എന്താണ് ദേശീയ ഗാനം ജനഗണ മന കേട്ടോ തുടങ്ങി. അപ്പം ഇന്നത്തെ അതൊരു നേരത്തെ തീർത്തത്. നാളെ ടൈം തന്നേക്കുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ 10:30 വരെ പ്രോഗ്രാമുണ്ട് രാത്രി. നാളെയാണ് മീറ്റിംഗ് ഒക്കെ. അപ്പം 2 സ്പെഷ്യൽ ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പം നാളെ ഇൻഷാല്ലാ നോക്കട്ടെ. നാളെ റൈഹാൻ ഒരു പഞ്ചാബി ഡാൻസാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ടർബൻ കെട്ടണം. അപ്പോൾ അതിന് കെട്ടി പഠിക്കണമെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ നോക്കി കേട്ടോ. ശരിയാവുമെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. ചിലപ്പോൾ ശരിയാവുമായിരിക്കും, നോക്കട്ടെ. പിന്നെ ഇവർക്ക് നാളത്തെ ഡാൻസിന് കമ്മൽ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കമ്മലുണ്ടാക്കാനുള്ള ഫ്ലവർ പൊട്ടിപ്പോയി സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇതൊക്കെ വെട്ടി ലെവൽ ചെയ്ത് കമ്മലാക്കി എടുക്കണം. ബാക്കി ഡ്രസ്സ്, മാല, തലയിലുള്ള ഷോള് ഇതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുത്തു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഒരു കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി കാശ്മീരി ഡാൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൂക്കൂട സെറ്റാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്, പിന്നെ റൈഹാൻ്റെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ അവൻ്റെ ധോത്തി പാൻറ്റ് തച്ചു കൊടുത്തില്ല. ബാക്കി എല്ലാവരെയും സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ അന്നമ്മേൻ്റെതും പാൻറ്റിൽ ചെറിയൊന്ന് ഇറക്കം കുറഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. റൈഹാൻ്റെ പാൻറ്റ് തയ്ക്കണം. അപ്പം റൈഹു എൻ്റെ അടുത്ത് പറയും ചെയ്തു, ആദ്യം തയ്ച്ച പാൻറ്റ് അവ അങ്ങ് എടുത്താൽ മതിയായിരുന്നു മച്ചി, നമുക്കാവുമ്പോൾ കുറച്ച് പെൻഡിങ് വെക്കും എന്നുള്ള കാര്യം അത് സത്യമാണ് കേട്ടോ. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് അതങ്ങനെ നീണ്ടു പോകുന്നത്. ഇനിയിപ്പം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ന് തന്നെ അത് സെറ്റാക്കണം. അങ്ങനെ. അനു ചോറ് ഫുള്ള് കഴിച്ചില്ലല്ലോ? ഇല്ല, ബാക്കി എടുത്ത് കഴിച്ചേ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ ചോറ് എടുത്തിട്ട് വാപ്പാടെ കൊണ്ട് കൊടുത്ത് താറാവിന് കൊടുക്കാൻ പറ. എന്നിട്ട് വേറെ ഇവിടെ നിന്ന് ചോറെടുത്ത് കഴി. ഞാൻ പോയപ്പോഴാണ് ചോറ് കൊണ്ടുപോയത്. കുറച്ച് കഴിച്ചോളൂ. എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയതാണ് കേട്ടോ. 10 രൂപ. അവർക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഡേയിൽ മാത്രമാണ് ക്യാൻറ്റീൻ ഉള്ളത്. അപ്പം കൊണ്ടുപോയിട്ട് അതേപോലെ ചുരുട്ടി കൊണ്ടുപോകും. നിനക്ക് എന്തോ വാങ്ങിച്ചു തന്നു ചേച്ചി? സിബപ്പ് വാങ്ങിച്ചു തന്നില്ലേ? റൈഹാക്ക് സിബപ്പ് വാങ്ങിച്ചു കൊടുത്ത് അവൾ മുകളിൽ നിന്ന് റസ്ക് വാങ്ങിയിട്ടാണ് പോയത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഐസ്ക്രീം വാങ്ങിക്കണം, മറ്റേ കുൽഫി ഉണ്ടല്ലോ അത് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചില്ല കേട്ടോ. എനിക്കതിന് ഈ സിപ്പപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് എനിക്കെന്തോ താല്പര്യമില്ല. കാരണം അത് അത്ര നല്ലതല്ലല്ലോ. കളറും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ എനിക്കെന്തോ അതങ്ങോട്ട്, എനിക്ക് മാത്രമല്ല ഇക്കായും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത് എന്നുള്ള കാര്യം. ബേക്കിൽ അങ്ങ് കസേരയുടെ അപ്പുറം വശത്ത് ഒരു സംഭവം കണ്ടോ, ഫോട്ടോയാണ് കേട്ടോ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അത് റൈഹാൻ്റെ ഫ്രണ്ട് എൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ അറിയാതെ ചെയ്താൽ ലാപ്ടോപ്പിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് കൊടുത്താണ്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് അവർ ഒട്ടിച്ച് വെച്ചു. നമ്മുടെ ഫാമിലി ഫോട്ടോയാണ്. കൊണ്ടുപോയ റസ്ക്കാണ്. എനിക്കൂടെ തരുമോ? ചോറെടുത്ത് കഴിക്കുക, ഡ്രസ്സ് മാറ്റിയിട്. ഉടുപ്പിനെന്താ? അതല്ല, വേറെ എടുത്ത് കഴിക്കാം. അവിടെ വീഴും, ഉറുമ്പ് കയറും. അവിടെ വീണ ഉറുമ്പ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വയ്യ, ടയേർഡായി. ഭയങ്കര വെയിൽ, ഇറങ്ങാൻ വയ്യ വെളിയിലോട്ട്, അങ്ങനത്തെ അവസ്ഥ. അപ്പം അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അല്ലേടി? ഹാപ്പിയാണോ? അല്ലേ? വൈ എന്തുകൊണ്ട് ഹാപ്പി അല്ലാത്ത? എന്തുകൊണ്ട്? ഡാൻസ് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലായിരുന്നല്ലോ. ഒരു ക്യാപ്പ് വയ്ക്കാണോ ഒരു വന്നമ്മേ? ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചതാണ് ക്യാപ്പിൻ്റെ കാര്യം. ഇപ്പോൾ ടീച്ചർ പറഞ്ഞ് ക്യാപ്പ് വേണ്ട. ഷൂസ് വേറെ കൊച്ചിൻ്റെ നിന്ന് വാങ്ങിയിട്ടതാ, പാവം. ഇവിടെ തിരിച്ചുകൊണ്ട് കൊടുക്കുന്നവരവൻ ചെരുപ്പില്ലാണ്ടാണ് നടന്നത്. അതിൻ്റെ പേരെന്താ മോളെ? ചില കുഞ്ഞുങ്ങൾക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരിൽ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരൊരു സാധനം ആർക്കും കൊടുക്കത്തില്ല, ഫുഡ് കൊണ്ടുവന്നാൽ ആർക്കും കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ.
കുഞ്ഞിലേ മുതൽ അങ്ങനെ ശീലിക്കുന്ന കൊച്ചുങ്ങളുണ്ട്, ചില കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കൊടുത്ത് ശീലിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അപ്പോൾ ഇനി ഞാൻ കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന ഇന്നും എല്ലാം കൊളാവും. കമ്മലുണ്ടാക്കട്ടെ. ആദ്യം പോയി ഇതൊക്കെ ഒന്ന് മാറി കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ, നല്ല ദാഹമുണ്ട്. എടിപിടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിപ്പോയതാ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. പറ്റുമെങ്കിൽ ശരി നേരം കിടക്കണമെന്നുണ്ട്. നടക്കില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് പോയിട്ട് എനിക്കാണെങ്കിൽ തലവേദനയായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം കിടക്കാമെന്ന് വിചാരിച്ച് പോയി, നടക്കില്ല. എനിക്കൊന്നാമത് ഉറക്കം വരത്തില്ല. രണ്ടാമത്തെ കാര്യം കുറേ ജോലികൾ കിടന്നപ്പോൾ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അതാണ് കാര്യം. പിന്നെ ഒരു ചുരിദാർ തയ്ക്കാനുണ്ട് കേട്ടോ, എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ട്. അവൾക്ക് 9-ാം തീയതി, നമുക്ക് എല്ലാവർക്കും ഉണ്ട് 9-ാം തീയതി കല്യാണം. അപ്പോൾ അന്നിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള തുണി എടുക്കാൻ നാളെയും പറ്റത്തില്ല, നാളെ കഴിഞ്ഞ് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. കടയിൽ പോയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച് പോകുന്നൊരു കളറും മോഡലും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആവാത്തൊരു കാര്യമാണ് റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്കാണെങ്കിലും അന്നമ്മയ്ക്കാണെങ്കിലും നമ്മൾ ഈ പാർട്ടി വെയർ മോഡൽ ഡ്രസ്സുകൾ എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് പാടാട്ടോ. കാരണം ഉദ്ദേശിച്ച് പോകുന്നത് കിട്ടത്തില്ല. അപ്പം ഞാൻ കൂടുതലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാണ് ഈ ബനിയൻ ടൈപ്പ്, അതായത് വെസ്റ്റേൺ ടൈപ്പ് അല്ലാത്തതൊക്കെ സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. അതുപോലെ അവളും എൻ്റെ അടുത്ത് പറഞ്ഞു, അവൾ ഉദ്ദേശിക്കുന്ന ഒന്നും കടയിൽ പോയാൽ കിട്ടത്തില്ല, അപ്പോൾ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള കാര്യം. നോക്കട്ടെ, അവൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അല്ലാതെ 2 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേഷൻ. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഷൈബാക്ക് എക്സാം ഉണ്ട്, അപ്പം അവളെയും കൊണ്ട് പോയിട്ടുണ്ട്. തിരിച്ച് ചിലപ്പോൾ ഇതുവഴി വരുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.